വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇന്നത്തെ ഈ ദിവസം നമുക്ക് ട്രംപിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് ജനുവരി 20-ാം തീയതി പ്രൊട്ടക്ടിങ് ദ മീനിങ് ആൻഡ് വാല്യൂ ഓഫ് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എന്നുള്ള പേരിൽ ഇറക്കിയ ഓർഡറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം അത് അമേരിക്കയുടെ ഒരു 14th അമെൻമെന്റ് ആയിട്ട് 130 വർഷമായിട്ട് മുമ്പ് തൊട്ട് 130 വർഷത്തോളമായി അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു റൈറ്റിനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടി ട്രംപ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രംപ് അനവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് പൊതുവായിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പട്രീഷ്യ മാമിന് തോന്നുന്നത്? ഇത് ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഒരു സൈഡിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും അത് കഷ്ടമാണെന്ന് തോന്നും. പക്ഷെ നമ്മള് ലോയില് മറ്റൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും അത് ശരിയാണെന്ന് തോന്നും. ഇപ്പൊ നമ്മള് ഒരു ഇന്ത്യൻ അമേരിക്കൻ എന്ന് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇമിഗ്രന്റ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേനും ഇതിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിക്കുന്ന ഏതൊരാൾക്കും പൗരത്വം ഉറപ്പ് നൽകുന്ന ഒരു പിന്നെ ലോ ഉണ്ടായിരുന്നു. അപ്പൊ അത് തടഞ്ഞുകൊണ്ടുള്ള ഫെഡറൽ ജഡ്ജിമാരുടെ വിധിയെ ഭാഗികമായി അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തണമെന്നിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. അതും 6-3, അതായത് 3-6 വോട്ടിലൂടെയാണ് അത് എവിടെയും ഒരു നിയമമോ അല്ലെങ്കിൽ നയമോ നടപ്പിലാക്കുന്നതിൽ നിന്ന് സർക്കാരിനെ വിലക്കുന്ന എല്ലാ തരത്തിലുള്ള രാജ്യവ്യാപകമായ നിരോധനങ്ങളുടെ ഇതും ജസ്റ്റിസുമാര് അതിനെ എതിർത്തിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ കോടതിക്ക് മുമ്പ് എന്താ പറയാ മറ്റുള്ള കേസുകളിലൊന്നും അത്രയധികം ശ്രദ്ധ കൊടുക്കാതെയാണ് ഈ ഒരു കേസിനുള്ള ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ജന്മാവകാശ പൗരത്വ ഉത്തരവ് തന്നെ ഒരു ഭരണഘടന പരമാണോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഇപ്പൊ ഏറ്റവും ഇത് നമ്മൾ നോക്കുമ്പോഴത്തേനും 1957 ഒരു കേസും ഒരു വിധിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. എന്താ പറയാ ഒരു രാജ്യത്തേക്ക് കൊണ്ടുവന്ന പൂർവികർ അല്ലെങ്കിൽ അടിമകളായിട്ട് കൊണ്ടുവന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്ക് ഫെഡറൽ കോടതികളിൽ നിന്ന് ഒരു സംരക്ഷണവും ലഭിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നത്. 14ാം ഭേദഗതി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുവന്നത്. അതായത് ഈ മണ്ണിൽ, അമേരിക്കയുടെ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിയും, അത് ആരുടെ കുട്ടിയായാലും ഇവിടെ ജനിക്കുന്നവർക്ക് ഏലിയൻസ് എന്നുള്ള ഒരു ഇതിൽ അവരുടെ മക്കൾ എന്നുള്ള നിലയിൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുക്കണമെന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നത്. ഇത് എങ്ങനെ നേടിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ഇത്. അതായത് ഒരു ചൈനീസ് മാതാപിതാക്കളുടെ കുട്ടി ജനിക്കുകയും ആ കുട്ടിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാതെ വന്ന് അങ്ങനെ അവർ കോടതി പോയി, അങ്ങനെയൊക്കെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. ഇതിന് മിസ്യൂസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതായത് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവര്, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാര്, പിന്നെ ബിസിനസ് വിസയിൽ വരുന്ന ആൾക്കാരും പലവിധ ഇതിൽ വന്നിട്ട് അവിടെ കുട്ടികൾ ജനിക്കുമ്പോഴത്തേനും ആ കുട്ടികൾക്കും സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഈ ലോ അങ്ങനെ ആയത് കാരണം ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നുണ്ട്. ട്രംപിന്റെ ഭരണകൂടം അതിനെയാണ് എതിർക്കുന്നത്. അത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഗ്രീൻ കാർഡോ സിറ്റിസൺഷിപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ബർത്ത് റൈറ്റ് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഗോയിങ് ഫോർവേഡ് ജനുവരിയിലാണ് അത് സൈൻ ചെയ്യുന്നത്. ഇതിനെ എതിർത്ത കുറച്ച് സ്റ്റേറ്റുകളാണ് കോടതിയിൽ പോയത്. അതിനെയാണ് ഇപ്പൊ ഇവര് എന്താണ് പിന്നെ സുപ്രീം കോടതി എതിർത്തിരിക്കുന്നത്. അതായത് ഫെഡറൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും നിയമങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് സ്റ്റേറ്റിലുള്ള ഫെഡറൽ ഗവൺമെന്റിന് അധികാരമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഒരു ലോ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാലാകാലങ്ങളായിട്ട് അതെല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പൊ ബ്രിട്ടനിലുണ്ടായിരുന്നു, സ്കോട്ട്ലാൻഡിലുണ്ടായിരുന്നു. അതൊക്കെ അവര്
1980-കളിലൊക്കെ തന്നെ അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞു. ആകെ ഒരു രാജ്യത്ത് നടപ്പിലുള്ളത് ഈ US മാത്രമാണ്. അതാണ് അത് ട്രംപിന്റെ ഭരണകൂടം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു ലോ ഇല്ല, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഈ മറ്റു വിസകളിൽ വരുന്നത് കൊണ്ട് മാത്രമല്ല, ടൂറിസ്റ്റ് വിസയിൽ വന്ന് ഇത് തന്നെ ഒരു ടൂറിസം പാക്കേജ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രമാണ് ഇതിനെ അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ ഒരു ലോയിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചെറിയൊരു തിരുത്തോടെ പറഞ്ഞു, US ഉണ്ട്, അത് കാനഡയും അതുപോലെ തന്നെയാണ്. കാനഡയ്ക്കും അതുപോലെ തന്നെ ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം പൗരത്വം നൽകുന്ന ഒരു അസാദ് അവിടെ കാനഡയിലെ ഇത് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പട്രീഷ്യ പറഞ്ഞു വന്ന ഒരു കാര്യം പറയാം. ഇപ്പൊ ട്രംപിന്റെ ഒരു പോളിസി അനുസരിച്ച് ഇപ്പം ഈ എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചുടുക എന്ന് പറഞ്ഞതുപോലെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അമേരിക്കയിൽ ഇപ്പൊ മെക്സിക്കൻ ബോർഡറിൽ കൂടെയും കാനഡിയൻ ബോർഡറിൽ കൂടെ നുഴഞ്ഞു കയറുന്നില്ല. പക്ഷെ കനേഡിയൻ ബോർഡർ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 1-2 വർഷം മുമ്പ് ഒരു ഫാമിലി നല്ല തണുപ്പത്ത് നടന്ന് അവര് മരിച്ചുപോയ കഥ അറിയാലോ. അവർക്ക് നടന്നു കയറുന്നുണ്ട് ഇതുപോലെ ഫാസ്റ്റായിട്ട് 10,000-3,500 മൈൽ ദൂരത്തിൽ കിടക്കുന്ന ഈ ബോർഡറിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ ഈ അമേരിക്കൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ബർത്ത് റൈറ്റ്, അതായത് ജന്മാവകാശം, അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും ആ സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ള അമേരിക്ക ഒരു ഇമിഗ്രന്റ് കൺട്രിയാണ്. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട്. ഇപ്പൊ മെക്സിക്കൻ ബോർഡറിലൊക്കെ അവിടെ പ്രസവിക്കാൻ വേണ്ടി മാത്രം നുഴഞ്ഞു കയറുന്ന അനുഭവങ്ങൾ ഇഷ്ടംപടിയുണ്ട്. കാരണം മെക്സിക്കൻ ബോർഡറൊക്കെ ഇപ്പം റീസെന്റ് കഴിഞ്ഞ ഭരണകാലത്തൊക്കെ ഒത്തിരി ഓപ്പൺ ആയിരുന്നു, മില്യൺ കണക്കിന് ആൾക്കാർ ഇവിടെ കയറി. പക്ഷെ അതിനെ ഇത് കറക്റ്റ് ചെയ്യുന്ന ഇപ്പൊ ലീഗൽ സിറ്റിസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന അല്ലെ സിറ്റിസൺ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം ഇവിടെ ജനിക്കുന്നവർക്ക് ഈ ജന്മാവകാശമുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചില ഔചിത്യക്കുറവുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു കാലങ്ങളായി, അതായത് 14th അമെൻമെന്റ്, അതായത് സെക്കൻഡ് അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗണ്ണ് ക്യാരി ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് പോലെ, അതുപോലെ ഒരു വലിയ റൈറ്റ് 1868 1868 വന്ന ആ നിയമത്തിനെ ബേസ് ചെയ്തുള്ള അതിനെയൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഒരു ചർച്ചയും ഇല്ലാതെ അത് മാറ്റുക എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ അസ്തിത്വത്തിന് തന്നെ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. അപ്പം ഈ ഒരു ജന്മാവകാശം എന്ന് പറയുന്നത് ഒരു ഇമിഗ്രന്റ് കൺട്രിയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇന്നലെ ട്രംപ് ഒരു പ്രസ്താവന പറഞ്ഞു, ഇലോൺ മസ്കിനോട് പറഞ്ഞു, നിന്റെ കച്ചവടം പൂട്ടി കടം പൂട്ടി നിനക്ക് നിന്റെ സ്വദേശമായിട്ടുള്ള ദക്ഷിണാഫ്രിക്കയിലേക്ക് പറഞ്ഞു വിടും എന്ന് പറയണ ഒരു പ്രസ്താവന. അത് എത്ര അപക്വമായ ഒരു പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഇവിടെ സിറ്റിസൺ ആണ്. ഈ ട്രംപിന്റെ റൈറ്റ് ഹാൻഡിൽ നിന്ന് ട്രംപിനെ ഇലക്ഷനിൽ ജയിപ്പിക്കാനും ഇവിടുത്തെ ഇതിനു വേണ്ടി ഗവൺമെന്റ് ഒത്തിരി സബ്സിഡികൾ ഈ ഇലക്ട്രിക് കാറിനൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇത് പറയാനുള്ള ഈ പ്രസിഡന്റിന്റെ അധികാരം എവിടെയാണ്? കാരണം ട്രംപിന്റെ ഗ്രാൻഡ് ഫാദർ 1887 ജർമ്മനിയിൽ നിന്ന് വന്നു. വല്യമ്മ സ്കോട്ടിഷുകാരിയായിരുന്നു, ജർമ്മൻ സ്കോട്ടിഷ് മിക്സ് ആണ് ട്രംപിന്റെ ഗ്രാൻഡ് ഫാദർ. പിന്നെ ഫാദറോട് വന്നു. അപ്പം ഈ സെയിം കാറ്റഗറി നമുക്ക് ട്രംപിനോടും പറയാലോ. പ്രസിഡന്റിനെ വേണം പിടിച്ച് നമുക്ക് ജർമ്മനിയിലേക്ക് തിരിച്ചുവിടാന്നോ അല്ലെ സ്കോട്ട്ലൻഡിലേക്ക് തിരിച്ചുവിടാന്നോ പറയുന്നത് ശരിയല്ലോ. അങ്ങനെ ഇതിന്റെ അകത്ത് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. കാനഡിയൻ അസദ് പറയൂ. അല്ല, അത് ജിൻസ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം അമേരിക്ക ആണെങ്കിലും കാനഡ ആണെങ്കിലും ഒക്കെ ഇമിഗ്രേഷനെ ബേസ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇവിടെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ളത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പം അവരൊക്കെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഒന്നും ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് പല ആൾക്കാരും നിൽക്കുന്നത് വർക്ക് വിസയിലാണ്. ഇപ്പൊ കാനഡയിലാണെങ്കിലും ശരി, അത് അമേരിക്കയിലാണ്. ഇപ്പൊ അമേരിക്കൻ ആസ്പെക്റ്റിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അമേരിക്ക എടുത്തു പറയാം. കാരണം ഇപ്പൊ നാട്ടിൽ നിന്ന് IT സെക്ടറിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നും ഗ്രീൻ കാർഡ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ അവർക്ക് ഒരു കുട്ടി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഇല്ലീഗലായിട്ട്, ഇപ്പം ഇവരൊക്കെ ലീഗലായിട്ട് നിൽക്കുന്നതായിരിക്കും, ഇവരെ കൂടാതെ ഇല്ലീഗലായിട്ടും സ്റ്റാറ്റസ് ഇല്ലാതെയും നിൽക്കുന്ന ആളുകൾക്കും അവരുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ അവകാശം എവിടെയാണ്? ആ ഒരു കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെ ഉൾപ്പെടെ ആ രാജ്യത്ത് നിൽക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ്. ഇപ്പോ ഇതെല്ലാം കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് ഉള്ള എലോൺ മസ്കിനോട് പറഞ്ഞിരിക്കുകയാണ്, പറഞ്ഞു തിരിച്ചു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളോടോ അല്ലെങ്കിൽ ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് ഈ പ്രസിഡന്റ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ അതിശയോക്തിയൊന്നും കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ സ്റ്റബേൺ ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ട്രംപ് 2.0 എടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പറയുന്ന കാര്യം അല്ല
നാളെ പറയുന്നത്. ഈ ഒരു കാര്യത്തിലേക്ക് രണ്ടാമത് വന്ന സമയത്ത് ട്രംപിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ചെയ്തു കൂട്ടാനുള്ള ഒരു വ്യഗ്രത. ഇത് നാടിന് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് സാധനം നല്ലതാണ്. ബേസിക് ഒരു കാര്യം നല്ലതാണ്. പക്ഷേ ഇനി മുതൽ അങ്ങനെ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു അവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്രീൻ കാർഡിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാര് ഏത് വർഷത്തെ ഗ്രീൻ കാർഡിനുള്ള അപേക്ഷകളാണ് ഇപ്പോൾ എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 2013 അപേക്ഷകളാണ്. ഏതാണ്ട് 10-12 വർഷത്തെ ബാക്ക്ലോഗ് ഉണ്ട്. അപ്പൊ ഈ സമയത്ത് അവിടെ വന്ന് പഠിച്ച ഒരു 10 അല്ലെങ്കിൽ 12 വർഷം അവിടെ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടി, അവിടെ ആ സമയത്ത് വന്ന ഒരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ തിരിച്ചു പറഞ്ഞു വിടും എന്ന് പറയുന്നതിന്റെ അകത്ത് എന്ത് കാര്യമാണുള്ളത്? അപ്പോ അങ്ങനെയുള്ളവരുടെ ഒരു മനുഷ്യാവകാശം കൂടെ നോക്കണ്ടേ? ഇപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ട്രംപ് ഈ നിയമം കൊണ്ടുവന്ന ശേഷം 22 സംസ്ഥാനങ്ങൾ ഇതിനെതിരെ കോടതിയിൽ പോയി. 28 സംസ്ഥാനങ്ങൾ പോയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 22 സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ഇപ്പൊ കൃത്യമായ ഒരു കോടതി വിധി വന്നിട്ടില്ല കോടതിയിൽ നിന്ന്. കോടതിയിൽ നിന്ന് വന്നൊരു വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീഴ്ക്കോടതികളുടെ എടുത്തിരിക്കുന്ന തീരുമാനം രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ പറ്റുന്ന തീരുമാനമല്ല. ആ കാര്യത്തിലാണ് സുപ്രീം കോടതി ഒരു കൃത്യമായ തീരുമാനം പറഞ്ഞത്. ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വിധിയും കൂടെ ആയിപ്പോയി. കാരണം ബാക്കി എന്താണ് അതിന്റെ ഒരു ട്രംപ് എടുത്ത നടപടികൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഇനിയും വന്നിട്ടില്ല. ആ ക്ലാരിറ്റി വരുന്നതോടുകൂടി മാത്രമേ എന്തായിരിക്കും ഇതിന്റെ ഈ ജന്മാവകാശ പൗരത്വത്തിന്റെ ഒരു ഭാവി, അമേരിക്കയിലെ ഭാവി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിധി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എത്ര നാളത്തെ പ്രാബല്യം, എത്ര നാൾ കഴിഞ്ഞാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്? ഇനി ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അത് എങ്ങനെയാണ്? അവർക്ക് റീലൊക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികളൊക്കെ ഉണ്ട്. അതില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ജിൻസ് പറഞ്ഞതുപോലെ കാനഡയിൽ നിന്നും മെക്സിക്കൻ ബോർഡറിൽ നിന്നും ഒക്കെ നുഴഞ്ഞു കയറി അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് അമേരിക്കയിൽ വന്ന് പ്രസവിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം. ഒരു രാജ്യത്തിന് അതൊക്കെ വളരെ ഒരു ന്യൂനപക്ഷമാണ്. ഇപ്പൊ അമേരിക്കയുടെ ബോർഡർ സെക്യൂർ ചെയ്യുന്നതിന് പകരം, അമേരിക്ക നിയമങ്ങൾ കർശനമാക്കുന്നതിന് പകരം ഇപ്പൊ ഈ നിയമം തന്നെ ഇത് ജനുവരി 20 എക്സിക്യൂട്ടീവ് ഓർഡർ വന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് 1 മാസത്തിനുള്ളിൽ നടപ്പിലാക്കാനാണ് പറഞ്ഞേക്കണേ. അതായത് ഇങ്ങനെ പേരൻസ് ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട എന്നുള്ള ഓർഡറാണ് ഓൾറെഡി ഫെഡറൽ ഏജൻസികൾ. അതിന്റെ എനിക്കൊരു ചെറിയ സംശയമുള്ളത്, എനിക്കറിയില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അവിടെ വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ബാധകമാകുന്നത്? വർക്ക് പെർമിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഇപ്പം ഈ പെർമനന്റ് റെസിഡന്റും സിറ്റിസണും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയയിൽ പറഞ്ഞേക്കണത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇനിയുള്ള ഇത് കൂടുതൽ ചർച്ചകൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വളരെ അപക്വമായിട്ടുള്ള ഒരു നിയമമാണ് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അമേരിക്കയുടെ ചരിത്രത്തെ, അമേരിക്കയുടെ പഴയകാല നിയമങ്ങളെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ചില തൽപര കക്ഷികൾക്ക്, അല്ല ഇപ്പം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാർക്ക് പോലും, ഇപ്പം നമ്മൾ ഇന്ത്യക്കാര് നല്ല ശതമാനം 90% ആൾക്കാരും ലീഗലി അമേരിക്കയിൽ വന്നിട്ടാണ്. 40-50 വർഷമായിട്ട് ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കാതെ ഗ്രീൻ കാർഡിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഗ്രീൻ കാർഡൊക്കെ വളരെ ഒരു ഡയലമയിൽ പോവാണ്, വളരെ ചലഞ്ചാണ്. ആൾക്കാർ പേടിച്ചിട്ട് സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്. അപ്പൊ ഈ സിറ്റിസൺഷിപ്പിന് പോലും ഇന്ന് മസ്കിനോട് പറഞ്ഞതുപോലെയുള്ള ഡയലോഗ് പറയാൻ ഉള്ള അർഹത പ്രസിഡന്റിന് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയും, നമ്മളെ ഇപ്പം ഒരു റേഷ്യലായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പലയിടത്തുനിന്ന് വന്നാൽ, ഞാൻ ഇന്ന് വന്നു, നീ ഇന്നലെ വന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മളിവിടെ, കാരണം ആ ഒരു റൈറ്റ് ഈ രാജ്യത്തുണ്ടായിരുന്നു. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു ജനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ എതിരായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിയമ നിർമ്മാണമാണ് അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപ് എടുത്തത്. അതിന് വ്യാപകമായിട്ട് ഇപ്പൊ കുറെ ഫെഡറൽ ഏജൻസികൾ, അത് കൂടാതെ തന്നെ ഈ സുപ്രീം കോർട്ടിൽ നിന്നും ഒരു അനുകൂലമായിട്ട് പുള്ളിക്ക് നേരെ പറ്റീഷ പറഞ്ഞു, 6 പേരുടെ ഒരു മെജോറിറ്റി ആയിട്ട് ഇതിനെ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. ട്രംപിനെ എന്നുള്ളതല്ല, പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിനെ ഫെഡറൽ ജഡ്ജിമാർക്ക് അതാത് ഏരിയയിൽ മാത്രം, അതായത് അവരുടെ ജുറിഡിക്ഷനിൽ അല്ലാതെ ഇന്റർനാഷണലി അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയല്ല എന്നുള്ള ഒരു ഓർഡറും കൂടെ കിട്ടിയത് പുള്ളിക്ക് ഒരു വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് അമേരിക്കയുടെ ചരിത്രത്തിന് അല്ലെങ്കിൽ അതിനെ അത്ര ഒരു ഇപ്പൊ ലോകം മുഴുവൻ ഇതിനെ കാണുന്നത് വളരെ അപക്വമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ പോളിസിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള നിയമങ്ങൾ എടുക്കുന്നതിന് കുറുക്ക് വഴിക്ക് ഇങ്ങനെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കി എടുക്കുമ്പോൾ
ഈ പ്രസിഡന്റ് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ഗുണമാണോ ചെയ്യുന്നത് ദോഷമാണോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള സംശയം പല മാധ്യമങ്ങളും ഇവിടെ ഇപ്പോൾ തന്നെ ഉയർത്തിയിട്ടുണ്ട്, പല ഏജൻസികളും ഉയർത്തിയിട്ടുണ്ട്. ഇത് എൻഫോഴ്സ് ചെയ്യുന്നതിലൊക്കെ വളരെ വളരെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിന്റെ ഒരു നിയമക്കുരുക്കിലാണ് ഇപ്പൊ ഈ ഒരു ജന്മാവകാശം എനിക്ക് തോന്നുന്നു ഇന്നത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് 22 സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഈ ബില്ല് ബാധകമാവുകയും 22 സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇത് ബാധകമാവാതിരിക്കുകയും ബാക്കിയുള്ള 28 അത് ബാധകമാവുകയും ചെയ്യും. ഒരു രാജ്യത്തിന് തന്നെ 2 നിയമം നടപ്പിലാക്കുന്ന ഒരു രീതിയായി മാറുന്നു തോന്നുന്നു. അതിലൊരു കൺഫ്യൂഷൻ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്തൊരു കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതിക്ക് തന്നെയാവും. സുപ്രീം കോടതി എന്താണേലും ഇപ്പോ ഈ പറയുന്ന 22 സംസ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് അതാത് ജൂറിസ്ഡിക്ഷനിൽ ജെയിംസ് പറഞ്ഞ പോലെ അതാത് ജൂറിസ്ഡിക്ഷനിൽ നടപ്പിലാക്കുന്നതിന് കുഴപ്പമില്ല, മറ്റുള്ള അതായത് ദേശീയ വ്യാപകമായി അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ക്ലാരിറ്റി കൂടി വേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എങ്ങനെയാണ് ഈ എക്സിക്യൂട്ടീവ് ഓർഡർ എങ്ങനെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ അത് നടപ്പാക്കണ്ടയോ, അല്ലെങ്കിൽ ഇത് പോസ്റ്റ്പോൺ ചെയ്യണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളിൽ കുറച്ചുകൂടെ ക്ലിയറായ വിശദീകരണം കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു സംശയം ആളുകൾക്ക് ഉണ്ടാവില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഇത്തരം ഒരു ചർച്ചയിലേക്ക് ഇതിനെ വഴിവെക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആകെ പറഞ്ഞിരുന്നത് ബർത്ത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത് പാരന്റ്സിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഗ്രീൻ കാർഡ് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അത് ചിന്തിക്കുമ്പോഴത്തേനും സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോ ഉള്ളതെന്ന് പറയുമ്പോൾ ലീഗൽ ആയിട്ടുള്ളവർക്കാണ് കിട്ടുന്നത്. അതിപ്പോ ഇപ്പൊ ആസാദ് പറഞ്ഞതുപോലെ നമ്മളുടെ അവിടുന്ന് വന്ന് ജോലി ചെയ്യുന്ന ഇപ്പൊ IT ഫീൽഡിലുള്ളവർക്കോ അവർക്കൊന്നും ഗ്രീൻ കാർഡ് കിട്ടാനായിട്ട് ഈ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എത്രയോ വർഷങ്ങൾ കാത്തിരിക്കുകയാണ് അവർക്ക് ഇതുവരെയും ഗ്രീൻ കാർഡ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. ഈ അല്ലാതെ വരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ലീഗൽ ആയിരിക്കത്തില്ല. അപ്പൊ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണ്, പക്ഷെ എഫക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ഇവിടെ വർക്ക് പെർമിറ്റിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരെയും കൂടെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ എലൻ മസ്കിനെ പറഞ്ഞ പോലെ തന്നെ സെയിം ആ ഒരു ഇത് തന്നെയാണ് നമ്മളുടെ ന്യൂയോർക്കിന്റെ ഡെമോക്രാറ്റിക് മേയർ കാൻഡിഡേറ്റിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് കയറ്റി അയക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹവും ഇവിടുന്ന് വന്നതാണല്ലോ, ഇമിഗ്രന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കുമെന്നൊക്കെയാണ് ഇങ്ങനെ വീമ്പ് പറയുന്നത്. എവിടം വരെ അത് പോകുന്നെന്ന് നമുക്കറിയത്തില്ല. കാരണം ആ ഒരു കേസില് കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിക്കും പറഞ്ഞ ഒരു രാജ്യ താല്പര്യത്തിനെതിരാണെന്നെങ്കിലും പറയാം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹം ചില മത ഗ്രൂപ്പുകളിൽ പോയി പ്രസംഗിക്കുന്നതൊക്കെ രാജ്യ താല്പര്യം. ഇപ്പം അമേരിക്ക, ഇപ്പൊ നമ്മളൊരു രാജ്യം ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടത്തുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഓരോ ഓർഗനൈസേഷൻ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അതിനെ എങ്ങനെ കാണും? അതിപ്പം നമ്മൾ അതുപോലെ മതേതര ബോധ്യമുള്ള ഒരു രാജ്യത്താണെങ്കിൽ സമൂഹത്തിലാണെങ്കിൽ കൂടി അതിനെയൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയില്ല. അതിനെ നമുക്ക് ഈ ഒരു കാര്യം, കാരണം മംദാനി സിറ്റിസൺഷിപ്പ് എടുത്തെങ്കിലും അത് ആക്ച്വലി രാജ്യത്തിനെതിരെയാണ് പറയുന്നത്. രാജ്യത്തിനെതിരെ പറയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന, കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പറയുമ്പോൾ അതിനകത്ത് അതൊക്കെ വേറൊരു ഇഷ്യൂ ആണ്. ഇപ്പം എലോൺ മസ്കിനെ പറയുന്നത് പോലെയല്ല ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത്. രാജ്യത്തിനെതിരെ പറഞ്ഞാൽ ഇപ്പം ഈ നാഷണലിസം എന്നൊക്കെ പറയുന്നതിന് പിന്നെ വേറെ എന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കേണ്ട വരുമല്ലോ. അതായത് ഒരു രാജ്യത്തിനെതിരെ എന്തും പറയാം, ആ സിറ്റിസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല, ഈ രാജ്യത്തെ നിങ്ങൾക്ക് അനുകൂലിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അനുകൂലിക്കുന്ന രാജ്യത്തേക്ക് പൊക്കോളാൻ പറയുന്നതിന്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ പിന്നെ പ്രൊട്ടസ്റ്റ് ചെയ്ത ഒത്തിരി പേരെ പറഞ്ഞയച്ചു, ഡിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതേ സെയിം നിയമം തന്നെ ഇദ്ദേഹത്തിനെതിരെയും എടുക്കേണ്ടതാണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയല്ല. സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം അത് അമേരിക്ക ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ, ആ രാജ്യത്തിന്റെ നിയമ സംഹിതകൾക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ അതിനുള്ളിൽ ആ ചട്ടക്കൂടിനുള്ളിൽ നമ്മൾ നിന്നോളാം എന്നുള്ള ഉറപ്പിന്മേലാണ് ആ രാജ്യം നമുക്ക് അവരുടെ പൗരത്വം തരുന്നത്. ആ രാജ്യത്തെ പൗരത്വം നേടിയിട്ട് മറ്റുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ആ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന, ആ രാജ്യത്തിന്റെ നിയമങ്ങളെ വകവെക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി ഒരു രാജ്യവും വകവെച്ചു തരില്ല.
അതിപ്പോ അമേരിക്ക ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ലോകത്തിലെ ഒരു രാജ്യവും എനിക്ക് തോന്നുന്നില്ല അവർക്ക് വെച്ച് തരുമോ. അതാണ് ജിൻസൺ സൂചിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്, അല്ലെ? അതെ അതെ, ഈ അതുപോലെ ഈ അമേരിക്ക എന്ന് പറയുന്നത് എല്ലാം നമുക്ക് വളരെ ജനറൽ ആയിട്ട് വളരെ റൈറ്റ് ഉള്ള ഒരു രാജ്യമാണ്. എന്ത് സംസാരിക്കാനും എന്ത് പ്രവർത്തിക്കാനും ഒക്കെ വളരെ സ്വാതന്ത്ര്യം, വളരെ ലിബറൽ ആയിട്ട് തന്ന ഒരു രാജ്യമാണ്. പക്ഷെ ട്രംപ് ഇപ്പൊ പറഞ്ഞു വരുന്നത്, കാരണം ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് അല്ല, അതൊരു പ്രിവിലേജ് ആണ്, അത് റിവോക്ക് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് പറയുന്നത്. ഈ രാജ്യത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിനെതിരെ നിന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതിന്റെ അകത്തൊക്കെ അനേകം വിഷയം, ഇത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ ഈ ന്യൂയോർക്ക് മേയറായിട്ട് മത്സരിക്കുന്ന മംദാനിയുടെ കേസിൽ അതിനെക്കുറിച്ച് ഒക്കെ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ റിവോക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് അനുകൂലമാണോ എന്നുള്ള, അതായത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ കടന്നു പോകുന്നില്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആ വഴിക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ശരിയല്ല. ഡിപ്ലോമാറ്റിന്റെ കുട്ടികൾക്കൊന്നും സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. അത് ഇവിടെ മാത്രമല്ല, ഒരു രാജ്യത്ത്. ടെമ്പററി, കാരണം ഈ ഡിപ്ലോമാറ്റ്സിന്റെ അപ്പോയിന്റ്മെന്റ് തന്നെ ടെമ്പററി ആണല്ലോ. അപ്പം കാരണം ഞാൻ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള 1-2 ചാനലുകളിൽ ആരോ ഇങ്ങനെ ഇത് തെറ്റായ ഒരു ഇത് പറയുന്നത് കേട്ടോ. ഞാൻ അതുകൊണ്ട് അതും കൂടെ ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. കാരണം ഇത് ഈ എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചുടുന്നത് ശരിയല്ല. പക്ഷെ ഈ ജന്മാവകാശം ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ പൗരനും ഈ രാജ്യത്തിന്റെ പുത്രനായിരിക്കാൻ അത് എങ്ങനെയാണോ, അത് ഒരു സ്റ്റേറ്റിന്റെ ലാഗ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഈ രാജ്യത്ത് വന്ന് ജനിച്ചു പോയുള്ളത് കൊണ്ട് ആ ഒരു കുട്ടിക്ക് ഇവിടുത്തെ പൗരത്വം നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമായിരിക്കും. സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.